വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ പാലെടുത്തിട്ടുണ്ട്, ഓറിയോ ബിസ്ക്കറ്റ് വേണം. അപ്പോൾ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ഇവിടെ 2 പാക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 8 ഓറിയോ ബിസ്ക്കറ്റാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ താഴേക്ക് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ടൊന്ന് എന്തെങ്കിലും ഒരു സാധനം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും എല്ലാം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ബാക്കിയുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കോൺഫ്ലോർ നല്ല സ്മൂത്തായിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരമൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ. അപ്പോൾ വലിയ തീയിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും, പിന്നെ കോൺഫ്ലോർ നമുക്ക് കുക്കായി കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചും കൂടെ ചേർക്കണം. അപ്പോൾ കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റായി പോയാൽ പിന്നെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബ്ലാക്കും വൈറ്റും കൂടെ ആയിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കഴിക്കാൻ സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു പീസ് ഓറിയോ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. ഇതൊരുപാട് സമയമൊന്നും വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും. അപ്പം നമ്മുടെ ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് ചേർത്തത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റോ കുക്കീസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ വെച്ച് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതാ കണ്ട നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൂടെ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു പുഡിങ് വേറെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അറബിക് ഡെസേർട്ടാണ്, മുഹല്ലബിയ. അത് ജെല്ലി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്, ഇതുപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതും കൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.